റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യൂത്ത് കോൺഗ്രസ് നേതാവ് മുൻപും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുണ്ട്. അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 55 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് വൈശാഖ് എസ് ദർശൻ. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി BJP നേതാവ് രതീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്ന കേസിലെ പ്രതിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാഖ് എസ് ദർശൻ. എന്നാൽ വൈശാഖിന്റെ പേരിൽ മുൻപും സാമ്പത്തിക ക്രമക്കേടിനുള്ള കേസുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്നും 55 കോടി തട്ടിയ കേസിലും വൈശാഖൻ പ്രതിയാണ്. 2024 ഉയർന്ന പരാതിയിൽ വൈശാഖ് ഉൾപ്പെടെ 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സൊസൈറ്റിയിൽ വ്യാജ വായ്പാ അപേക്ഷകൾ സമർപ്പിച്ചും സൊസൈറ്റി അംഗങ്ങളല്ലാത്ത ഇഷ്ടക്കാർക്ക് വായ്പകൾ നൽകിയുമാണ് വൈശാഖ് അടങ്ങുന്ന സംഘം 55 കോടി രൂപ തട്ടിയത്. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തലശ്ശേരി എരഞ്ഞോളി പഞ്ചായത്ത് BJP മുൻ പ്രസിഡന്റ് രതീശൻ മുഖേന 25 ലക്ഷം രൂപ വൈശാഖൻ തട്ടിയെടുത്തിരുന്നു. TTR തസ്തികയിലേക്ക് വ്യാജ നിയമന കത്തും കൈമാറി. എന്നാൽ ജോലി ലഭിക്കാതെ വന്നതോടുകൂടി ഈ പണം തിരികെ ആവശ്യപ്പെട്ടു. പണം തിരികെ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് കഴിഞ്ഞ ജൂലൈ 3-ന് രതീശൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. വൈശാഖിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സഹഭാരവാഹിയായിരുന്ന വൈശാഖിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി.